MyG Future Ajmi presents Amma Kudumba Sangamam in association with Godspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. കുടുംബ സംഗമത്തിന്റെ ആൾക്കാർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ നമ്മുടെ കൂട്ടത്തിൽ ഒരു അതിഥിയുണ്ട്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ് സന്തോഷം നേരിൽ കാണാൻ സാധിച്ചു. അപ്പൊ എങ്ങനെയാണ് കുറെ നാളുകൾക്ക് ശേഷം ഇത് എക്സ്പെക്ടേഷൻ മുകളിലാണ്. I didn't expect like this. കൂടെ അഭിനയിച്ച ആൾക്കാരൊക്കെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടുപിട്ടാണ്. ഒത്തിരി പരിചയക്കാരെ കണ്ടില്ലേ? പിന്നെ അപ്പൊ അവരൊക്കെ എന്ത് പറയുന്നു? പിന്നെ ഒരുപാട് പേര് വരാനിരിക്കുന്നു. മക്കളായി അഭിനയിച്ചവരുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ അഭിനയിച്ചത് ഫേസ് ടു ഫേസ് ആണ്, നമ്മുടെ മാമുക്കോയുടെ വൈഫായിട്ട്. പിന്നെ നാരായണേട്ടൻ, അവർക്ക് കോഴിക്കോട് നാരായണേട്ടൻ്റെ കൂടെ അങ്ങനെയൊക്കെയാണ് അഭിനയിച്ചത്. പിന്നെ ജഗതി ചേട്ടൻ്റെ കൂടെ അവരുടെ കൂടെയൊക്കെയാണ് അഭിനയിച്ചത്. പിന്നെ വലിയ എല്ലാ മീറ്റിനും ഞാൻ വരാറുണ്ട്. ഇവിടെ പല പല പരിപാടികളുണ്ട്, കലാ കായിക മേളകളൊക്കെ ഉണ്ട്. ഏതൊക്കെ മത്സരത്തിനുള്ളത്, എന്തിനേലൊക്കെ ഉണ്ടോ? കായിക മത്സരത്തിനുള്ള ഏജ് അല്ലല്ലോ ഓവർകം ദാറ്റ് ഏജ്. കുക്കറി ഷോയില് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. വടംവലിക്ക് എന്നെ വിളിച്ചു, എന്റെ ഹൈറ്റും വെയിറ്റും കണ്ടിട്ട്. അപ്പൊ ഉരുണ്ട് വീണാൽ എന്ത് ചെയ്യും ചോദിച്ചു. അല്ല, നമ്മൾ പറയും ഏജ് ഇസ് ജസ്റ്റ് നമ്പർ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്റെ ഹെൽത്ത് കോൺഷ്യസ് അബൌട്ട് ഹെൽത്ത്. നമുക്ക് ഹെൽത്ത് ഒക്കെ നോക്കി എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് നല്ലപോലെ ആസ്വദിക്കുക. അപ്പൊ കുടുംബസംഘമാണ്. വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ മോനാ വന്നത്. മോനിപ്പോ ഒരു ഓഫീസ് വർക്ക് നടക്കേണ്ട, മോൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മോന് ഹൈദരാബാദിലാണ്, മോൻ വന്നിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് ഇവിടെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ ഫില്ല് ചെയ്ത് സമ്മാന കൂപ്പണൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിരവധി സമ്മാനമുണ്ട്, ഫുഡുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പോയി ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. നമ്മുടെ ആ ഗുഡ് സ്പീഡിന്റെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെയും പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അമ്മ കുടുംബ സംഗമം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ? നിങ്ങൾ കുറെ ദിവസമായിട്ട് പ്രാക്ടീസും പരിപാടികളും ഒക്കെ തകൃതിയായി നടക്കുമായിരുന്നു. ആൻഡ് ഫൈനലി ഇന്നാണ് ആ ദിവസം. നമ്മൾ ഒത്തിരി ഇന്നലെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. എല്ലാവരും തന്നെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നുണ്ട്. ഫാഷൻ ഷോ ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, ഫുഡ് കോമ്പറ്റീഷനും ഉണ്ട്, കുക്കറി കോമ്പറ്റീഷൻ മീൻസ് ഫുഡ് ഫെസ്റ്റിവൽ പോലെ. പിന്നെ സ്പോർട്സ് ഒത്തിരി ഉണ്ട്. എല്ലാവരും തന്നെ ഉണ്ട്. അതിന്റെ ത്രില്ലില്ല. കുക്കറിന് എന്താണ് സ്പെഷ്യൽ? അത് നമ്മൾ സർപ്രൈസാ. അതൊരു മത്സരമാണ്. അപ്പൊ നമുക്ക് 5 ടീമായിട്ടാന്ന് തോന്നുന്നു. ഒരു ടീമില് 4 പേര് വെച്ചിട്ട് അപ്പോഴേ പറയുള്ളൂ. അപ്പം ഇന്ന് സ്പോർട്സിന് എന്തെങ്കിലും? ഞാൻ സ്പോർട്സിനൊന്നുമില്ല, സ്കിറ്റിനുണ്ട്, കുക്കറിക്കും ഉണ്ട്, മത്സരിക്കാനുണ്ട്. ഫാമിലി കുടുംബ സംഗമമാണ്. എവിടെ ഫാമിലി? ഫാമിലി മോളുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഹസ്ബൻഡ് ബിസിയാണ്. പിന്നെ അമ്മമാരൊന്നും ഇത്രയും വെയിറ്റ് ചെയ്യുമെന്ന് അറിയില്ല. അത് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കാം. ഓടി വരൂ. ബാഗുകളൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് വരും. നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാരെയും കാണാനും അവരുടെ കുറെ പ്രാക്ടീസ് ഒക്കെ ഇന്നലെ ചെയ്തു. നല്ല എക്സൈറ്റഡ് ആണ് അവരുടെ ഔട്ട്കം എങ്ങനെ വരും എന്നൊക്കെ കാണാൻ. ഇതിന് മുന്നേ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോ പറഞ്ഞിട്ടുണ്ടോ വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അമ്മ ചെയ്തൊക്കെ എന്നോട് പറയാറുണ്ട്. ഇന്ന് ഇങ്ങനെയായിരുന്നു, വോട്ടിംഗ് ആയിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാനൊരു വർക്ക്ഷോപ്പിന് ഇവിടെ വന്നിട്ടുണ്ട്. രചന ആന്റിയുടെ, രചന നാരായണൻകുട്ടിയുടെ ഒരു വർക്ക്ഷോപ്പിനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചേച്ചി മോളുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അതിലൊരു പ്രത്യേക സന്തോഷം തന്നെ ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്നും ഒരു കുടുംബ സംഗമമാ. നമ്മൾ ഷൂട്ടിന് പോയാലും അമ്മയുടെ ഓഫീസിൽ വന്നാലും ഒക്കെ നമുക്ക് ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടാവും. ഇത് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി നിങ്ങളെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ആണ്. ജെയിനിൽ ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് ഉള്ളതാണ്. ടോം ഉണ്ട്, ആനുണ്ട്, നിങ്ങളുടെ സിഇഒ അല്ലേ ടോം, അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ, ഗോഡ് സ്പീഡിന്റെ നമ്മുടെ ഗോഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ്സിന്റെ ആ സ്റ്റോളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസസ്, ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. എൻജോയ്.
ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മ കുടുംബ സംഗമം 2025 ഇതാ എല്ലാ ആർട്ടിസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സന്തോഷം എല്ലാരും ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഒരു വരുമ്പോ കാണാൻ. അപ്പം ജോയ് മാത്യു സാർ, നമ്മുടെ സ്വന്തം ജോയ് ആണ്. അപ്പൊ സാർ എന്ത് തോന്നുന്നു? അതായത് ഞാൻ എല്ലാരോടും ഇത് ആദ്യം ചോദിക്കുന്നത്, 30 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു ഇത് കുടുംബ സംഗമം നടക്കുന്നത്. ഇന്ന് യാഥാർത്ഥ്യമായിട്ട് ഇത്രയും നാൾ ഒരുക്കങ്ങളായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ റെഡ് കാർപ്പറ്റിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും 4 ഭാഗത്ത് കുടുംബമായിട്ട് വരുമ്പോ എന്താ ശരിക്കും തോന്നുന്നത്? അത് ഭയങ്കര ഒരു ഫീലാണല്ലോ. കാരണം ഒരു കുടുംബ സംഗമം എന്ന അർത്ഥത്തിൽ അത് ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ത്രില്ലുണ്ട്. ഞാനിതിൻ്റെ സംഘാടകരും കൂടി ആയതുകൊണ്ട് ആ ത്രില്ല് കൂടുതലായിട്ട്. ഓക്കെ, അപ്പോ ഫാമിലി വന്നിട്ടുണ്ടോ? ഫാമിലി ഒന്നും ഇവിടെ ഇല്ല, ഇന്ന് വന്നിട്ടില്ല. പിന്നെ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഇത് മൊത്തം നമ്മുടെ കുടുംബമാണ്. എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളുണ്ട്, അയാൾ എൻ്റെ ഫാമിലി പോലെയാണ്. അതെ അതെ, അവരും ഫാമിലിയാണ്, ഇവിടെ ഇല്ല എല്ലാവരും ഫാമിലിയാണ് അല്ലേ? അപ്പൊ ഇന്ന് വേറെ ഇതിലെ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഏതൊക്കെയോ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ? ആ ഉണ്ട്, പോയി നോക്കണം. വടംവലി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. വടംവലി നമ്മുടെ ടീം ജയിക്കുമായിരിക്കും. ഞാൻ എല്ലാവരോടും ഇതാ പറയുന്നത്, എന്നാലും ജയിക്കേണ്ടതാണ്. അപ്പോ ഇത് കഴിഞ്ഞ് ഇതിൽ ഫുട്ബോൾ അങ്ങനെ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ്, എല്ലാത്തിലും. അപ്പൊ ഇവർക്കൊക്കെ ജേഴ്സി ഒക്കെ മാറ്റേണ്ടതാണ്. അങ്ങനെ ഓടി പോകുമ്പോഴാണ് ഞാൻ വിളിച്ചുകൊണ്ടത്. ജേഴ്സി മാറ്റേണ്ടല്ലേ? അപ്പൊ നമുക്ക് ജേഴ്സിയിലൊക്കെ കാണാൻ ത്രില്ലായിരിക്കും. അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? അത് നമ്മൾ അഭിനയിക്കുന്ന മാത്രം കണ്ടാ പോലും, ജേഴ്സിയിൽ കാണുന്ന സ്പോർട്സ് കാണണം, മാർക്സ് കാണണം, എല്ലാം കാണണം. റെഡി അല്ലേ? കുറെ കാർഡൊക്കെ ഉണ്ടല്ലോ, കൊറേ സമ്മാനം ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇതാ ഒരുപാട് ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. എന്തൊക്കെയാ വെറും കൈയോടെ വന്നിട്ട് ഒരുപാട് സമ്മാനമൊക്കെ ആണ് പോകുന്നത് അല്ലേ? അപ്പൊ ഒരു ചെറിയൊരു ഇൻവിറ്റേഷനും കൂടി ഉണ്ട്. നമ്മുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിന്റെ ഒരു ചെറിയൊരു ഇൻവിറ്റേഷൻ ആണ്. അപ്പൊ അവരിവിടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ജോയ് മാത്യു സാർ, താങ്ക് യു സോ മച്ച്. അടിച്ചു പൊളിക്ക്, എല്ലാത്തിലും ജയിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാരനെയും ഇന്ന് കാണുമ്പോൾ പുതിയ ഓരോ ദിവസം മാറുമ്പോൾ, ഇന്നലെ അവർ റിഹേഴ്സലായിരുന്നു, ഇന്ന് അവരിതാ റെഡ് കാർപ്പറ്റ് വഴി നടന്നു വരികയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഓരോരുത്തരെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം നീട്ടുന്നില്ല, പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടണ്ടേ? ഓക്കെ, അപ്പം അമ്മ കുടുംബസംഗമം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം എൻ്റെ കൂടെ ഒരു നയൻതാര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം, കേരളത്തിലെ സ്വന്തം, മലയാളിയുടെ സ്വന്തം നയൻതാര, ബേബി നയൻതാര. ഹായ്, നമസ്കാരം. നമസ്കാരം. ബേബി മാറി ഇപ്പൊ വലിയ കുട്ടിയായില്ലേ? അതെ. ഇപ്പൊ എന്ത് ചെയ്യണേ? സ്റ്റഡി ഇല്ല, എൻ്റെ ഡിഗ്രി ഫിനിഷ് ചെയ്തു. ഇപ്പൊ ഞാൻ തമിഴിലൊരു മൂവി ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം എങ്ങനെയുണ്ട് കുടുംബസംഗമത്തിന്റെ ഈ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട്? സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. വളരെ വലിയ എക്സ്പെക്ടേഷൻസ് ആണ്. ഓക്കെ, ഇവിടെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്, സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ പരിപാടിയിൽ ആണ് ഉള്ളത്? ക്രിക്കറ്റിലുണ്ട്, കുക്കിങ്ങിലുണ്ടെന്ന് തോന്നുന്നു. ആണോ? കുക്കിംഗ് ഒക്കെ അറിയോ? ഇല്ല, രണ്ടും അറിയത്തില്ല. അതുകൊണ്ട് രണ്ടിൽ പേര് എടുത്തിട്ടുണ്ട്. കുക്കിങ്ങിൽ ആരാ കൂടുതൽ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? സോറി, ഓർമ്മയില്ല. എന്തെങ്കിലും പോട്ടെ. അപ്പം ക്രിക്കറ്റിൽ ആരാ ക്യാപ്റ്റൻ? ആരാ? ലാലങ്ങളുടെ ടീം. ഓ, അടിപൊളി. അപ്പം ടീം എങ്ങനെ ഫുൾ പവർ ജയിക്കും എന്നുള്ളതാണ്? അതെ. എന്നിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. ഗുഡ് സ്പീഡിന്റെ അവിടെ വേറൊരു ഫോം ഉണ്ട്. ഇതിനൊക്കെ സമ്മാനങ്ങൾ ഉള്ളതാ. ലക്കി ട്രോയിലൂടെ ഉള്ള സമ്മാനങ്ങളാണ്. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അമ്മ കുടുംബസംഗമം 2025 അടുത്തതായി നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വരദ ചേച്ചിയാണ്. ഹലോ. അപ്പോ അമ്മ കുടുംബസംഗമം അല്ലേ, അത് തന്നെ വലിയൊരു വിശേഷമാണ്. അതെ, തീർച്ചയായിട്ടും വലിയൊരു വിശേഷമാണ്. കാരണം ആദ്യമായിട്ടാണ് അമ്മ സംഘടന തുടങ്ങിയതിന് ശേഷം ഇതുപോലൊരു പ്രോഗ്രാം അത് ഫാമിലിക്കും കൂടെ വേണ്ടി വെക്കുന്നത്. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ ചേച്ചിയുടെ വക? ഞാൻ ആക്ച്വലി കലാപരിപാടിക്കൊന്നുമില്ല, ഞാൻ ഷൂട്ടിനിടയിൽ നിന്ന് വന്നതാണ്. അപ്പം റിഹേഴ്സൽസിനൊന്നും ഇതില്ല. പക്ഷെ ക്രിക്കറ്റിലുണ്ട്. ക്രിക്കറ്റില് ആരുടെ ടീമാണ്? ഞാൻ സുരേഷ് ഗോപി, പുള്ളിയുടെ സുരേഷന്റെ ടീമാണ്. യെസ്. അപ്പോൾ നിങ്ങളുടെ ടീം ഇന്ന് കപ്പ് കൊണ്ടുപോകുന്നാണോ തോന്നുന്നത്? തോന്നലല്ല, മിക്കവാറും നമ്മൾ തന്നെ കപ്പെടുക്കേണ്ടതാണ്. 30 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബസംഗമം നടക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സത്യത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പല സംഘടനകളും ഉണ്ടെങ്കിലും നമ്മൾ ഈ ഫാമിലീനെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചിട്ട്, പ്രത്യേകിച്ച് ഇതുപോലൊരു സെലിബ്രിറ്റീസ് ആണ് എല്ലാവരും. അപ്പം അങ്ങനെയുള്ളപ്പം എല്ലാവരുടെയും ഫാമിലീനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. അത്ര ആൾക്കാരുണ്ട്. പക്ഷെ അത് ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് നമ്മുടെ ടീം അതെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഫാമിലിക്കും കാണുന്നവർക്കൊക്കെ ഒരു കുറച്ചുകൂടെ നമ്മൾ ഫാമിലിയാണല്ലോ. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഫാമിലി, ആ ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയ പോലെ ഫീൽ ചെയ്തു. ഇന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്. മമ്മിയും എൻ്റെ മോനുണ്ട്, വന്നിട്ടുണ്ട്, ആന്റി വന്നിട്ടുണ്ട്. അവരെ ആദ്യമേ സേഫ് ആക്കി. ഇനിയിപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവര് വഴിയിലാവണ്ടോന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ട്.
ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള. ഇത് ചേച്ചിക്കുള്ള ഒഫീഷ്യൽ ഇൻവൈറ്റ് ആണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ നമ്മുടെ ഗോഡ് സ്പീഡിന്റെ കൗണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. എന്തായാലും മറക്കാതെ പോവാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.